PV അൻവർ MLA അറസ്റ്റും റിമാൻഡും ഒക്കെയാണ്. ഇന്നലെ രാത്രി 9:30 അറസ്റ്റ്. പിന്നെ ഉണ്ടായ പുകിലുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷവും PV അൻവറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. ഇന്ന് അതിന്റെ തുടർ സംഭവങ്ങളുണ്ട്. അതിരാവിലെ തന്നെ അത്തരത്തിലുള്ള നടപടികൾ എന്തെല്ലാമാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും കേസിൽ ഒന്നാം പ്രതിയാണ് ഇപ്പോൾ PV അൻവർ MLA. ഫോറസ്റ്റ് ഓഫീസ് DMK പ്രവർത്തകർ തകർത്തു എന്ന കേസാണ് ഇപ്പോൾ അൻവറിനും ഒപ്പം തന്നെ മറ്റ് പ്രവർത്തകർക്കുമെതിരെ നിലവിലുള്ളത്. 14 ദിവസത്തേക്കാണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിന് പിന്നാലെ ഉണ്ടായുള്ള റിമാൻഡ് കാലാവധി. ജാമ്യം തേടി PV അൻവർ ഇന്ന് കോടതിയെ സമീപിച്ചേക്കും. കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചതിൽ DMK പ്രവർത്തകർ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തിലാണ് പോലീസ് നടപടി. PV അൻവർ ഉൾപ്പെടെ 11 പേർക്കെതിരെയാണ് കേസ്. പൊതുമുതൽ നശിപ്പിക്കൽ, ഗൂഢാലോചന, കലാപത്തിന് ആഹ്വാനം ചെയ്യൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതായും FIR-ൽ പരാമർശമുണ്ട്. രാത്രി 9:30 അൻവറിന്റെ ഒതായിയിലെ വീട്ടിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നാലെ നാടകീയ സംഭവങ്ങൾ. അൻവറിന് പിന്തുണയുമായി അനുയായികളും DMK പ്രവർത്തകരും തടിച്ചുകൂടി. പോലീസ് വാഹനത്തിൽ കയറ്റുന്നതിനിടെ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ പ്രതിഷേധിച്ചു. രാത്രി 10 മണിയോടെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന. ആശുപത്രിക്ക് പുറത്തേക്കിറങ്ങിയ PV അൻവർ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. അറസ്റ്റ് പിണറായി വിജയന്റെ മുസ്ലിം ഭീകരത, ആ മുസ്ലിം വിരുദ്ധത, അതിനപ്പുറമൊന്നുമില്ല. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയ അൻവറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് വിലക്കിയ DYSP-യോട് അൻവർ കയർത്തു. അങ്ങോട്ടായി പിടിച്ചു മജിസ്ട്രേറ്റ് വിളിച്ചാൽ പോകില്ലേ? നിങ്ങൾ ഓവർ സ്മാർട്ട് ആവണ്ട DYSP, മനസ്സിലായോ? നിങ്ങൾ കണ്ണൂരിനാ വരുന്ന വെച്ചുകൊണ്ട് മാനം കെടുക്കാൻ നിൽക്കരുത്, മനസ്സിലായോ? പരമാവധി നിങ്ങൾ ഗുണ്ടാഴ്ച, കണ്ണൂരിലെ ഗുണ്ടാഴ്ച എന്നോട് കാണിക്കരുത്, തമ്മാടി തനി കാണിക്കരുത്. തവനൂർ സെൻട്രൽ ജയിലിലേക്കുള്ള യാത്രക്കിടെ ജനങ്ങൾക്ക് വേണ്ടി ജയിലിലേക്കെന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും പ്രതികരണം. ജയിലിൽ എത്തിക്കുന്നതിന് മുന്നോടിയായി അൻവറിനെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 2ാം തവണയും വൈദ്യപരിശോധന നടത്തി. പുലർച്ചെ 2:15 തവനൂർ സെൻട്രൽ ജയിലിലെത്തിച്ചു. അൻവർ ഇന്ന് രാവിലെ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ എന്താണ് ഇന്നലെ സംഭവിച്ചത്, അതിൽ റിമാൻഡിലേക്കൊക്കെ പോയത് എങ്ങനെയാണ്, അറസ്റ്റ്, നാടകീയമായ അറസ്റ്റ് എന്താണെന്നൊക്കെ ഇപ്പോൾ ഒന്നുകൂടി പ്രേക്ഷകർ കണ്ടു കാണും. ഇന്നലെ ഈ വാർത്തകളൊന്നും അറിയാത്ത പ്രേക്ഷകർക്ക് എന്താണ് PV അൻവറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്നലെ സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതെ.